ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പലഹാരം ഉണ്ടാ ഇഡ്ഡലിയാണ്. സിമ്പിളായൊരു സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ ചോറിനോടെയും പറ്റും കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്താ ചിരിച്ചറിയുക, ഏട്ട മുരിയക്കായി ചെത്തിക്ക് നിലത്തിടുക. അതാണ് വെള്ളത്തിലിടുന്നത് നിലത്തിടുക. ഞാനത് ചിരിച്ചത്. ഒന്ന് കഴിഞ്ഞ് 2.5 മണി വീണു. തോല് അതിലോട്ട് നേരെ മറിഞ്ഞു പോയി. എന്താ സംഭവിച്ച്? അച്ഛൻ പറയണതിന്റെ ഇടയിൽ മറന്നു തോന്നി. പറയണേലേ ശ്രദ്ധ. ഞാൻ കഴിയിട്ട് കൊണ്ട് മുണ്ടാണ്ടിരുന്നതാണ്. പരിപാടി കഴിയട്ടല്ലേ. ഇതൊരു സിമ്പിൾ സാമ്പാറാണ് കേട്ടോ. അച്ഛൻ്റെ ബനിയനിൽ പൂച്ച. കുമ്പളങ്ങിട്ട സാമ്പാർ എല്ലാ കഷ്ണം പറ്റുമോ? എല്ലാ കഷ്ണങ്ങളും ഏതാണ് ഞാനതൊക്കെ മുറിച്ചെടുക്കട്ടെ കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാം. തുവരപ്പരിപ്പ് കേട്ടോ. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി 2 മുരിങ്ങക്കായ്, 1 കഷ്ണം കുമ്പളങ്ങ, 2 തക്കാളി, ഒരു 10 ചെറിയ ഉള്ളി, 1 സവാള, 2 ഉരുളക്കിഴങ്ങ്, 2 പച്ചമുളക്. എല്ലാം കൂടി ഉള്ളിൽ പെട്ടിട്ട് കാണില്ല. കഷ്ണങ്ങൾ ചെറിയ ഉള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക സാധനം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചെറിയൊരു കഷ്ണം കായം കേട്ടോ. ഇത് എലജിൻ്റെയാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു വിസിൽ വരട്ടെ. കഷ്ണം എന്താ നോക്കാം. കറക്റ്റായിട്ട് വന്നു കേട്ടോ. മുരിങ്ങക്കായ ഒന്നും അടഞ്ഞിട്ടില്ല. സൂപ്പറായിട്ട് തീ കത്തിക്കുക. ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. നമ്മുടെ സാമ്പാർ തിളച്ചു. ഇനി ഓഫാക്കുക. താളിക്കാട്ടോ. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി, ഓഫാക്കുക.
എൻ്റെ സാമ്പാർ നല്ല കുറുകിയ സാമ്പാറായി. എന്ത് രസം. ഇഡലി ഉണ്ടാക്കണ്ട. ഇഡലിയായി. രാവിലെ ഇഡ്ഡലിയാകും, വൈകുന്നേരം ദോശയാവും. അതെ, ഉച്ചയ്ക്ക് പിന്നെ ഒന്നും ആവില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഏത്? അതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ല, ബാക്കിയും കൂടെ ദോശ ഉണ്ടാക്കും. പിന്നെ വൈകുന്നേരം ആരും അടുപ്പ് കത്തിക്കാൻ നിൽക്കുന്നു അല്ലേ? അതെ, സത്യം. ചോറടുപ്പിലാണ് ഗൈസ്. ചോറ് വന്നൂട്ട. ചോറ് ഊറ്റിയ ചോറ് ഇറക്കുക, ഇഡ്ഡലി വെക്കുക. അവിടെ കിടന്ന് വേകട്ടെ. എന്ത് നല്ല ഭംഗിയുള്ള ചട്ടി. വേകട്ടെ. ഒരു കരി പോലും ഇല്ല. ഒരു കാന്തി ചമ്മന്തി അരയ്ക്കാം. 7 ഉണക്കമുളക്, ഒരു 10-12 ചെറിയ ഉള്ളി, കുറച്ച് ഉപ്പിട്ടു. ഒന്ന് അരച്ചിട്ട് വരാം, 3 കൂടി. ചമ്മന്തി അരച്ചിട്ട് വന്നിട്ടാണ്. ഇത് പാലക്കാട് എല്ലാ ചായക്കടകളിലും ഈ ഒരു ചമ്മന്തി കിട്ടും. ഈ ഉള്ളി മുളക് അരച്ചത് ഇത് സ്പെഷ്യൽ ടേസ്റ്റാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതാണ് കാന്തി ചമ്മന്തി. ഇനി ഇഡ്ഡലി കൊണ്ട് കഴിച്ചാൽ എത്രണ്ണം കഴിച്ചു എന്നറിയില്ല. വെള്ളം താന്നിട്ടൊന്നുമില്ല കേട്ടോ. താന്നിട്ടേ ഇല്ല. അത്ര താന്നിട്ടില്ല. പുറത്ത് വിറക്. അച്ഛൻ്റെ വണ്ടി. വളരെ വലിയ കുടം. എന്ത് വലിയ കുടം അത്. വലിയ കുടം എടുക്കാൻ വയ്യണ്ട. ഇഡ്ഡലി വന്ന നോക്കട്ടാ. ഓ, സൂപ്പർ. വെള്ളം തളിച്ച് കൊടുത്താൽ ആർട്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇട്ടാണ്. തണുത്തപ്പോൾ സൂപ്പറായി വരുന്നു. നമ്മുടെ ഇഡ്ഡലിൻ്റെ പ്രത്യേകത വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഇഡ്ഡലി കഴിക്കാട്ടാ. കുഞ്ഞു കുഞ്ഞു ഇഡ്ഡലി. കുട്ടി കുട്ടി. സൂപ്പർ ചമ്മന്തി ഇതാട്ടാ. കിടോ സാമ്പാർ. നല്ല ചൂട്. ഒരു പിടുത്തം പിടിക്കി. സാമ്പാർ ഇഡ്ഡലി പറയാണ്ടല്ലോ. സിമ്പിൾ സാമ്പാറാണ്. നല്ല ചൂടുണ്ട്. ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഈ സാമ്പാർ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ.